7,000 രൂപ മുടക്കി അല്പം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു 25,000 30,000 രൂപ വരെ നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇത് ഫാമിലി ബിസിനസ് ആണ്. വീട്ടമ്മമാരും വീട്ടിലെ പുരുഷ ജനങ്ങളും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിവിടെ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. നമുക്കൊരു 7,000-8,000 രൂപ മാക്സിമം മുടക്കി കഴിഞ്ഞാൽ അതിന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കേണ്ടതുണ്ട്. അതില്ലെങ്കിലും ഈ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റാർട്ട് ചെയ്യാൻ ആ സാധനങ്ങളുടെ ആവശ്യം പോലും വേണ്ടി വരുന്നില്ല. റോ മെറ്റീരിയൽ നമുക്ക് ഒരു 1,000-2,000 രൂപ കരുതി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറുകിട ബിസിനസ് വീട്ടിൽ നിന്ന് വീട്ടിലെ സൗകര്യം ഉപയോഗിച്ച് നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ നാടൻ പലഹാരമാണ് ഒരു കിണ്ണത്തപ്പം അല്ലെങ്കിൽ കിണ്ണപ്പം എന്നൊക്കെ പല രീതിയിൽ കേരളത്തിൽ പറയാറുള്ള ഒരു സാധനം തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ സാധനം ഉണ്ടാക്കി നമ്മൾ വിൽക്കുന്നു, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ്, അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എണ്ണത്തപ്പം വിറ്റാൽ മതിയോ, കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇത് സാധാരണഗതിയിൽ വലിയ സൽക്കാരങ്ങൾക്ക്, പരിപാടികൾക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സാധനം എടുക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ മെയിൻലി രാവിലെ അല്ല, വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത്. ഇത് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് കൂടാതെ തന്നെ ഇത് ട്രാവലിംഗിൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതും ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇവിടെ കേരളത്തിൽ തന്നെ ഇത് പല സ്ഥലങ്ങളിൽ പല രീതികളിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മധ്യ കേരളത്തിലെ കാര്യമേ പറയുകയുള്ളൂ, കാരണം ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഇവിടെ കിണ്ണത്തപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. അങ്ങനെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് അരിപ്പൊടി വേണം. അത് നമ്മൾ അരി നനച്ചു വെച്ച് പൊടിച്ചെടുത്ത് അത് കലക്കിയതാകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതിനകത്ത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചും ചെയ്യാം, ഈവൻ കള്ളുപയോഗിച്ച് ചെയ്യാം, ഈവൻ തേങ്ങാ വെള്ളം എടുത്തു വെച്ച് ഈസ്റ്റ് ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ രൂപം വ്യത്യാസം വരും. അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലും ഇത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിലോ ഇല്ലെങ്കിൽ കള്ളിലോ ഇല്ലെങ്കിൽ മറ്റേ തേങ്ങാ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തെടുത്ത ഈസ്റ്റ് ഡയലൂട്ട് ചെയ്തെടുത്ത ആ വെള്ളത്തിലോ നമുക്കിത് കലക്കി നല്ല കട്ടിയിൽ കലക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഇനി ഇതിന്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് സാധനം കൂടെ ഉണ്ട്. ഏലക്കാപ്പൊടി ചേർക്കണം. അതൊക്കെ പരുവത്തിന് ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ 1 കിലോ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് 10 ഗ്രാം ഏലക്കാപ്പൊടി ചേർക്കുക, അത് പറയേണ്ട കാര്യമില്ല. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, മധുരം വേണം, അധികമാകുകയും ചെയ്യരുത്. ഇത് എല്ലാം കൂടെ ചേർത്ത് കലക്കി വെക്കുക. വേണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞെടുക്കാം. ബെറ്റർ തലേദിവസം രാത്രി കലക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എടുത്ത ബാറ്റർ, ഈ മാവ് നമ്മൾ ഒന്നുകിൽ ഇഡ്ഡലി കുട്ടകം പോലെയുള്ള സ്റ്റീമറിനകത്ത് കോരി ഒഴിച്ച് ഇഡ്ഡലിയുടെ പരുവത്തിലാക്കി നമുക്ക് മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് പാനിന്റെ രൂപത്തിലുള്ള സ്റ്റീമർ വരുന്നുണ്ട്. ആ പാനിലാണെങ്കിൽ അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിസ്താരത്തിലുള്ള കിണ്ണത്തപ്പം, സാധാരണ കിണ്ണത്തപ്പം എന്ന് വിളിക്കുന്ന കിണ്ണത്തപ്പം തന്നെ ലഭിക്കുന്നതാണ്. അത് സ്റ്റീമർ അങ്ങനെയുള്ളത് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യേണ്ടത്, അല്പം നെയ്യ് അല്ലെങ്കിൽ അല്പം എണ്ണ പുരട്ടി ഒന്ന് മയപ്പെടുത്തി വെച്ചതിന് ശേഷം കട്ടി കുറച്ച്, വളരെ കനം കുറച്ച് മാവ് ഒഴിക്കുക. എന്നിട്ട് ഈ അപ്പച്ചമ്പിൽ അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ച് ആവിയിൽ ചൂടാക്കി പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട. വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. ഇത് ചൂടാറി കഴിയുമ്പോഴേ പാക്ക് ചെയ്യാവൂ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിലുള്ള പ്രായമുള്ള ജനങ്ങൾക്ക്, അവർക്ക് ഇത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാനും പറഞ്ഞു തരാനും കഴിയും. ഇനി നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ ഇത് കോമൺ ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. ഇതിൽ എന്ത് വെറൈറ്റി വരുത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ചെറിയുടെ പീസ് മുകളിൽ വെക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി അവൈലബിൾ ആണെങ്കിൽ അത് മുകളിൽ വിതറാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യം അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് അട്രാക്റ്റീവ് ആകുകയും ചെയ്യും, കുറച്ച് ടേസ്റ്റ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് നന്നായിട്ട് വിറ്റുപോകും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ കുറച്ച് വേണ്ടി വരും. അപ്പച്ചപ്പ് വേണ്ടി വരും, സീലിംഗ് മെഷീൻ വേണ്ടി വരും, ഗ്രൈൻഡർ വേണ്ടി വരും, കുറച്ച് പാത്രങ്ങൾ വേണ്ടി വരും. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ മുമ്പോട്ട് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംരംഭം വീട്ടമ്മമാർക്ക് വീട്ടിലെ യൂട്ടൻസിൽസ്, പാത്രങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരല്പം കൂടെ കൂടുതൽ ഓർഡർ വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അല്പം പാത്രങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയുള്ള 2-3 പാത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്ന ഇതുപോലുള്ള സ്റ്റീമറുകൾ വേണ്ടി വരും. അത് നമുക്ക് ഇഡ്ഡലി തട്ടുള്ളതും ഉണ്ട്, അല്ലാതെ പ്ലെയിൻ തട്ടുള്ളതും ഉണ്ട്. ഇവിടെ ഇഡ്ഡലി തട്ടിനെയാണ് കാണിക്കുന്നത്. ഈ തട്ട് ഇഡ്ഡലിയുടെ പരുവത്തിൽ വേണമെങ്കിലും ഇതുണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആ റൗണ്ടിലുള്ള, ആ ഷേപ്പിലുള്ള സാധനം തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളതിനുള്ള പാത്രങ്ങളുണ്ട്. ഇവിടെ ഇഡ്ഡലി തട്ടിന്റെ കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ പ്ലെയിൻ ആയിട്ട് ഉള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പറ്റിയ പാത്രങ്ങൾ ഉള്ള സ്റ്റീമറാണ് കാണിക്കുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇത്തരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുറെ അധികം ഉണ്ട്. ഇവിടെ വിലയൊന്നും വലിയ കൂടുതലൊന്നും അല്ല. ഇതൊക്കെ വരുമ്പോൾ 990 രൂപ, 1000 രൂപയുടെ അകത്ത് നിൽക്കുന്ന പാത്രങ്ങളേ ഉള്ളൂ. ഇതെല്ലാം 990. ഇതിന് കുറച്ച് കൂടുതലാണ്, 1700 സംതിങ് ഉണ്ട്. അപ്പോൾ 1000-2000 രൂപയുടെ റേഞ്ചിൽ നിൽക്കുന്ന പാത്രങ്ങളാണ് ഈ വരുന്നത്. ഇത്തരത്തിലുള്ള തട്ടുകൾ കാണുന്നതിന്
അത് വെച്ച് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കിണ്ണത്തപ്പം അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരേ ടൈമിൽ 3-4 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് പ്ലാസ്റ്റിക് കവറിലാക്കണം. അതായത് ചൂടാറിയതിനു ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി നമുക്ക് സീൽ ചെയ്ത് വേണം കൊടുക്കാൻ. നമ്മളുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിക്കണം അതിനകത്ത്. അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നതാണ്. ഓക്കെ, ഈ സീൽ ചെയ്യുന്നതിന് ചെറിയ മെഷീനുകൾ വരുന്നുണ്ട്. നമുക്ക് ഒരു 600-700 രൂപയുടെ മെഷീൻ വരുന്നുണ്ട്. ഇതിപ്പം വരുന്നത് എന്താ പറയുക, വോക്കം സീലറാണ്. അതിനകത്ത് എയർ വലിച്ചു കളഞ്ഞിട്ട് സീൽ ചെയ്യുന്നതാണ്. 4734 രൂപയുടെ. ഇവിടെ സാധാരണ സീലർ 1595 ഉണ്ട്. 849 രൂപയുടെ സീലറുണ്ട്. ഇത് മതി നമുക്ക്. ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സീലർ ഇതാണ്, ജങ്ക് യാർഡിന്റെ. ഈ 849 ഞാൻ വാങ്ങിച്ച സമയത്ത് 600-650 രൂപ കണ്ടേ ഉള്ളായിരുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. 895, 849, 1598 രീതിയിലുള്ള മെഷീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ മെഷീൻ തന്നെ ഇതിനും ഉപയോഗിക്കാം. വേറെന്തെങ്കിലും സാധനങ്ങൾ റീപാക്ക് ചെയ്യാനുണ്ടെങ്കിലും സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അരിയായിട്ട് നമ്മൾ പൊടിച്ച് അരച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടെ ഗ്രൈൻഡറിൽ തന്നെ നനച്ച് കുതിർത്ത് അരച്ചെടുക്കുന്ന, പൊടിച്ചെടുത്തിട്ട് കലക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടേബിൾ ടോപ്പ് വെറ്റ് ഗ്രൈൻഡർ ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ചെറുത് 2799 രൂപയുടെ ചെറുതുണ്ട്, 2 ലിറ്ററിന്റെ. അത് മതി നമുക്ക്, കുറേശ്ശെ മതി. ഇല്ലെങ്കിൽ 4050 രൂപയുടെ ഉണ്ട്, ഇവിടെ 3070 രൂപയുടെ ഉണ്ട്, 3499 രൂപ. ഇത്തരത്തിൽ എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ബട്ടർഫ്ലൈയുടെ 3119 റിനോയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഗ്രൈൻഡറുകൾ നമുക്ക് ഒരെണ്ണം ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് ടോട്ടൽ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പാത്രമാണ് വാങ്ങിക്കുന്നെങ്കിൽ ഒരു 600-700 രൂപ വരുന്നുണ്ട്. ഇനി അഥവാ ഇത്തരത്തിലുള്ളതാണ് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ഒരു 1000 രൂപ വരുന്നുണ്ട്. അപ്പം 1700. ഇനി ഇതുപോലുള്ള സീലിംഗ് മെഷീൻ നമുക്ക് ഒരു 1000 രൂപയ്ക്കുള്ളിലുള്ളത് മേടിച്ചാൽ മതി, 2700. ഇത്തരത്തിലുള്ള വെറ്റ് ഗ്രൈൻഡർ നമുക്ക് ഒരു 4000 താഴെ. അപ്പൊ 4000 തന്നെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ 6700, 7000 രൂപ ഇവിടെ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സജ്ജമായി കഴിഞ്ഞു. പിന്നെ അരി, അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങൾ വേണം. അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ ലാഭ നഷ്ട കണക്കുകളിലേക്ക് പോകാം. ഇത് ഡിപ്പെൻഡ് അപ്പോൺ സൈസ് ആണ് ഇതിന് വില നിശ്ചയിക്കുന്നത്. ഇത് നമുക്ക് ഒരു 100 എണ്ണം ഒരു ദിവസം വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇതിനധികം ലൈഫ് ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ 100 എണ്ണം ഒരു ദിവസം നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു 1500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം. ഇത് ഇനി എവിടെയാണ് വിൽക്കുന്നത് എന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നമുക്ക് പറ്റുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്, ബേക്കറികളിൽ നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്, ഈവൻ പലചരക്ക് കടകളിൽ നന്നായിട്ട് പോകുന്ന ഐറ്റമാണ്, ചായക്കടകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവരാരും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ആർക്കും ഇപ്പോൾ ലേബറിനെ വെച്ച് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിൽ നിങ്ങൾ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എടുക്കും. പിന്നെ ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ 100% ഓർഡർ കൺഫേം ചെയ്തതിനു ശേഷം മാത്രം ഉണ്ടാക്കി വിൽക്കുക. കാരണം ആദ്യം ഇത് സംഭവിക്കത്തില്ല, നമുക്ക് നടക്കത്തില്ല. ഒരു 15-20 ദിവസം നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എവിടെ നിന്ന് ഓർഡർ കിട്ടും, എത്ര ഓർഡർ കിട്ടും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് അങ്ങനെ ഓർഡർ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ല. ആദ്യം നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ചെല്ലട്ടെ. പിന്നെ പാക്കിംഗ് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. അതായത് ആ കിണ്ണത്തപ്പം ഉണ്ടാക്കി ആറിയതിനു ശേഷം മാത്രം പാക്ക് ചെയ്യുക. അല്ലെങ്കിൽ കവറുമായിട്ട് കൂട്ടി ഒട്ടിപ്പിടിക്കും, അതിനകത്ത് വേപ്പർ വരും, നനവ് വരും, അത് പെട്ടെന്ന് ചീത്തയായി പോകും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ആറിയതിനു ശേഷം കയറ്റി വെച്ച് നല്ല രീതിയിൽ സീൽ ചെയ്തതിനു ശേഷം നമ്മുടെ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുക. ഇത് നമുക്ക് സാധാരണ ലേസർ പ്രിന്റ് എടുക്കുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഉണ്ടാക്കി അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. അത് കട്ട് ചെയ്ത് വെട്ടി അതിന്റെ മുകളിൽ ഒട്ടിക്കുക. അതിനകത്ത് പ്രത്യേകം വേണ്ട ഒരു കാര്യം, അതിനകത്ത് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് വേണം, ഡേറ്റ് ഓഫ് എക്സ്പയറി വേണം. ഇതിന് കൂടി വന്നാൽ 2 ദിവസത്തെ ഷെൽഫ് ലൈഫേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കൂടാതെ അതിനകത്ത് MRP വേണം. അതായത് നമ്മൾ ഈ കിണ്ണത്തപ്പം കടക്കാരൻ വിൽക്കേണ്ട ഒരു തുക ഉണ്ടായിരിക്കണം. നമ്മളുടെ തുക വേറെയാണ്, അതറിയാമല്ലോ. അപ്പോൾ MRP വേണം. പിന്നെ വേണ്ടത് നമ്മൾ ഫോസ്കോസിന്റെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. കാരണം 12 ലക്ഷം രൂപ വരെ നമുക്ക് കച്ചവടം ആകുന്നത് വരെ നമുക്ക് രജിസ്ട്രേഷൻ ആണെങ്കിലും എടുത്താൽ മതി. ലൈസൻസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. രജിസ്ട്രേഷന് വെറും 100 രൂപയേ ഉള്ളൂ ഒരു വർഷത്തേക്ക്. അതിന്റെ നമ്പർ ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കും എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് ഈ ബിസിനസ്. തീർച്ചയായിട്ടും വീട്ടിലുള്ളവർ തന്നെ, അതായത് സ്ത്രീ ജനങ്ങൾ ഇത് ഉണ്ടാക്കുകയും പുരുഷ ജനങ്ങൾ ഇത് വിൽക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നോക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണിത്. മാക്സിമം നമുക്ക് എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ നമ്മൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു ഐറ്റമാണ്. അത് കഴിഞ്ഞ് നമുക്ക് സ്പെയർ ടൈം കിട്ടും. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് കൂടെ ഇതിന്റെ കൂടെ പോകുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ കൂട്ടി മുമ്പോട്ട് പോകാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ഈ ചുമന്ന ബട്ടണിൽ അമർത്തുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ചോദിക്കുന്ന 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന് അമർത്തുക.